മുഹറം 9ഉം 10ഉം നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നവരാണ്. എന്നാൽ അതിന്റെ പൊരുൾ എന്താന്ന് ചോദിച്ചാൽ നമ്മളിൽ പലർക്കും അറിയൂല. ഇസ്ലാമിക ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് മുന്നേറ്റങ്ങളും വിജയങ്ങളും ഒക്കെ ലഭിച്ച മാസമാണ് മുഹറം. അതുപോലെ തന്നെ ദിവസമാണ് മുഹറം 10 എന്ന് പറയുന്നത്. ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആദം നബി അലൈഹിസ്സലാമിന്റെ തൗബ അള്ളാഹു സ്വീകരിച്ചത്, അതുപോലെ തന്നെ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ രോഗം അള്ളാഹു ഷിഫിയാക്കി കൊടുത്തത്, യാക്കൂബ് നബി അലൈഹിസ്സലാമിന് കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയത്, അതുപോലെ തന്നെ യൂസുഫ് നബി അലൈഹിസ്സലാം ജയിൽ മോചിതനായത്, യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത്, സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ലോകത്തിന്റെ മുഴുവൻ ഭരണവും അള്ളാഹു നൽകിയത്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിജയങ്ങളുടെ കഥ മുഹറം 10 പറയാനുണ്ട്. അതിനൊക്കെ അഴവിറക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ നോമ്പ് അനുഷ്ഠിക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിന്റെ കെണികളിൽ നിന്ന് രക്ഷപ്പെട്ടത് മുഹറം 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാഹിലിയ കാലത്ത് തന്നെ മുഹറം 10 നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് മദീനയിലേക്ക് വന്നപ്പോൾ അവിടുത്തെ യഹൂദികളായിട്ടുള്ള ആളുകൾ ഈ മുഹറം 10 നോമ്പ് അനുഷ്ഠിക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, മാ ഹാദാ, എന്താണ് നിങ്ങൾ ഈ ദിവസം നോമ്പെടുക്കാൻ കാരണം? അപ്പൊ അവർ പറഞ്ഞതാണ്, ഹാദാ യൗമുൻ സ്വാലിഹ്, ഇത് നല്ലൊരു ദിവസമാണ്. ഏതാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത? ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രാഈല മിൻ അദുബിഹിം, ബനു ഇസ്രായേലിയരെ അള്ളാഹു അവരുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമാണ്. അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹിസ്സലാം നോമ്പനുഷ്ഠിച്ചിരുന്നു ഈ മുഹറം 10 ദിവസം എന്ന് പറഞ്ഞ് യഹൂദികൾ മറുപടി കൊടുത്തപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, എന്നാൽ ഫഅന അഹഖു മിൻകും ഫഅന അഹഖു ബിമൂസാ മിൻകും, എന്നാൽ നിങ്ങളെക്കാൾ മൂസാ അലൈഹിസ്സലാമിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോട് ഒന്നടങ്കം മുഹറം 10 നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. അങ്ങനെ സ്വഹാബികൾ പറഞ്ഞു, നബിയെ, യഹൂദികളോട് ഒരു സമരസപ്പെട്ടുകൊണ്ട് അവരോട് സമമായിക്കൊണ്ട് ഇത് ചെയ്യുമ്പോൾ ഒരു പ്രയാസമുണ്ട് എന്ന് പറഞ്ഞപ്പോ നബിതങ്ങൾ പറഞ്ഞു, എന്നാൽ വഖാലിഫു ഫീഹിൽ യഹൂദ്, യഹൂദികളോട് നിങ്ങൾ ചെറിയൊരു ചേഞ്ച് വരുത്തിക്കോളൂ. എന്താണ് ആ ചേഞ്ച്? സൂമു ഖബ്ലഹു യൗമൻ വബഅദഹു യൗമ, ഈ മുഹറം 10 മുമ്പും ശേഷവും ഓരോ ദിവസം നിങ്ങൾ നോമ്പ് എക്സ്ട്രാ എടുത്തോളൂ. അങ്ങനെ മുഹറം 9നും 10നും 11നൊക്കെ നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്തായി. ഇതാണ് മുഹറം 9, 10 നമ്മളൊക്കെ താസുആ അതുപോലെ തന്നെ ആശൂറ എന്നൊക്കെ വിളിക്കുന്ന നോമ്പിന്റെ പിന്നിലുള്ള രഹസ്യം. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ പറയുന്ന ദിനരാത്രങ്ങളിലേക്കൊക്കെ പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ നോമ്പിനെ പറ്റി പഠിപ്പിച്ചത് സൗമു ആശൂറ യുകഫിറു സനത്തൽ മാദിയ, കഴിഞ്ഞ ഒരു വർഷത്തെ മുഴുവൻ ചെറുദോഷങ്ങളും പൊറുക്കാൻ ഈ ഒരു മുഹറം 10 നോമ്പ് പര്യാപ്തമാണ് എന്നാണ്.